വൺസ് അഗെയിൻ ഗുഡ് മോർണിംഗ് ടു വൺ ആൻഡ് ഓൾ. അപ്പോൾ നിങ്ങളോട് പങ്കുവെക്കാനുള്ള ഒരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ക്ലാസ്സോടുകൂടി സെക്കൻഡ് മൊഡ്യൂൾ IFRS കൺവേർജ്ഡ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന സെക്കൻഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. സോ ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റ് IND-AS 38 ബന്ധപ്പെട്ടുള്ള 3 ഇല്ലുസ്ട്രേഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇല്ലുസ്ട്രേഷൻസ് ഒന്ന് പരിശോധിക്കാം. Illustration 1. Premier Limited is developing a new production process during the financial year 2019-20. Expenditure incurred was rupees 75 lakh, of which rupees 60 lakh was incurred before 1st March 2020 and 50 lakh was incurred between 1st March 2020 and 31st March 2020. At 1st March 2020, the production process met the recognition criteria. The recoverable amount of the know-how embodied in the process is estimated to be 40 lakh. How should the expenditure be treated? അപ്പോൾ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, പ്രീമിയർ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി ഒരു പുതിയ പ്രൊഡക്ഷൻ പ്രോസസ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് അവർ 2019-20 കാലഘട്ടത്തിൽ ചെലവാക്കിയത് ടോട്ടൽ 75 ലക്ഷം രൂപയാണ്. സോ ഈ ഒരു 75 ലക്ഷം രൂപ എന്താണ്, അവർ സ്പ്ലിറ്റ് ആക്കി, അതായത് 2 ഘട്ടങ്ങളിലായിട്ടാണ് ചെലവഴിക്കുന്നത്. 60 ലക്ഷം രൂപ മാർച്ച് 1 മുമ്പും 15 ലക്ഷം രൂപ മാർച്ച് 1 മാർച്ച് 31 ഇടയ്ക്കുമാണ് ചിലവാക്കുന്നത്. സോ ആ ഡേറ്റ് കൃത്യമായിട്ട് ഓർമ്മിക്കുക. 60 ലക്ഷം രൂപ മാർച്ച് 1 മുമ്പ് ചിലവാക്കുന്നു. 15 ലക്ഷം രൂപ മാർച്ച് 1 മാർച്ച് 31 ഇടയിൽ ചിലവാക്കുന്നതാണ്. കൂടാതെ ഈ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് റെക്കഗ്നേഷൻ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നത് മാർച്ച് 1, 2020 ഇതിൻ്റെ റിക്കവറബിൾ എമൗണ്ടും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, 40 ലക്ഷമാണ്. സോ ഈ ഒരു എക്സ്പെൻഡിച്ചർ നിങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രിൻസിപ്പൽ നമ്മൾ പഠിച്ചതാണ്. അതായത് റെക്കഗ്നേഷൻ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് മുമ്പുള്ള എമൗണ്ട് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ഈ റെക്കഗ്നേഷൻ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്തപ്പോൾ, അതായത് 1 മാർച്ച് 2020 ശേഷമുള്ള എമൗണ്ട് നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റായിട്ട്, അല്ലെങ്കിൽ കോസ്റ്റ് നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റായിട്ടും കൺസിഡർ ചെയ്യുന്നു. സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എക്സ്പെൻഡിച്ചർ ട്രീറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ സൊല്യൂഷൻ 3 ഘട്ടങ്ങളായിട്ടാണ് സൊല്യൂഷൻ നമ്മൾ നൽകിയിട്ടുള്ളത്. ഫസ്റ്റ്, at the end of financial year 2019-20, the production process is recognized as intangible asset at cost of rupees 50 lakh. This expenditure incurred since the date when the recognition criteria were met. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് 15 ലക്ഷം രൂപ നമ്മൾ ചിലവഴിക്കുന്നത് 1 മാർച്ചും 31 മാർച്ചിൻ്റെ ഇടയിലാണ്. ഈ സമയം തന്നെയാണ് എന്ത് ചെയ്യുന്നത്, റെക്കഗ്നേഷൻ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അതായത് റെക്കഗ്നേഷൻ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നത് 1 മാർച്ചിലാണ്. സോ ഈ ഒരു സമയം ആയതുകൊണ്ട് തന്നെ, ഈ റെക്കഗ്നേഷൻ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്തത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു 15 ലക്ഷം രൂപ ഇൻടാഞ്ചിബിൾ അസറ്റായിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ രണ്ടാമതുള്ളൊരു എമൗണ്ട് ഉണ്ട്, 60 ലക്ഷം രൂപ. ഈ ഒരു 60 ലക്ഷം രൂപ നമ്മൾ റെക്കഗ്നേഷൻ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് മുമ്പാണ് ചിലവാക്കിയത്. സോ ഈ ഒരു എമൗണ്ട് നമ്മൾ എക്സ്പെൻഡിച്ചറായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്നു. Rupees 60 lakh incurred before 1st March 2020 is treated as expense because the recognition criteria are not met. It will never form a part of the cost of the production process. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, 60 ലക്ഷം രൂപ എക്സ്പെൻസ് ആയിട്ട് കാണിക്കുന്നു. എക്സ്പെൻസ് ആയിട്ട് കാണിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു 60 ലക്ഷം രൂപ ഒരിക്കലും ഈ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ്, അതായത് ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടതല്ല. നമ്മളതെന്താണ്, റിസർച്ച് ഫേസിലുള്ള എമൗണ്ട് ആയിട്ടാണ്. നമ്മൾ റിസർച്ച് ഫേസും ഡെവലപ്മെൻറ്റ് ഫേസും രണ്ടും പഠിച്ചതാണ്. ആദ്യത്തെ 15 ലക്ഷം രൂപ ഡെവലപ്മെൻറ്റ് ഫേസിലുള്ള എമൗണ്ട് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ, പിന്നെ ഉണ്ടാവുന്ന എമൗണ്ട്, അതായത് 60 ലക്ഷം രൂപ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റിസർച്ച് ഫേസിൽ എമൗണ്ട് ആയിട്ടാണ് കാണിക്കുന്നത്. അതൊരിക്കലും പ്രൊഡക്ഷൻ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റ് ആവുന്നില്ല, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ്സ് ആയിട്ട് ഡയറക്റ്റ്ലി ആട്രിബ്യൂട്ടബിൾ അല്ല. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്, ഓൾ എക്സ്പെൻഡിച്ചർ റിലേറ്റഡ് ടു ഇൻടാഞ്ചിബിൾ അസറ്റ് വിച്ച് ഡസ് നോട്ട് മീറ്റ് ദ ക്രൈറ്റീരിയ ഫോർ റെക്കഗ്നിഷൻ എയ്തർ
as an identifiable asset or goodwill arising on an acquisition should be treated as expense. അപ്പോൾ റെക്കഗ്നീഷൻ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് മുമ്പുള്ള നമ്മൾ ഇൻകേർഡ് ചെയ്ത എല്ലാ കോസ്റ്റും അല്ലെങ്കിൽ എല്ലാ എക്സ്പെൻഡിച്ചറും ഈ പറഞ്ഞൊരു ഇൻടാഞ്ചിബിൾ ആസറ്റുമായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റ് ചെയ്യാത്ത ഈ ഒരു റെക്കഗ്നീഷൻ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചിലവാക്കിയ എല്ലാ എമൗണ്ടും എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചത് ജേണൽ എൻട്രി ഒന്നും പാസ് ചെയ്യാൻ ചോദിച്ചിട്ടില്ല. ചോദിച്ചത് കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എക്സ്പെൻസ് എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതാണ്. അതായത് ആദ്യത്തെ എക്സ്പെൻസ് എന്ന് പറയുന്നത് 60 ലക്ഷം രൂപയാണ്. ഈ ഒരു 60 ലക്ഷം രൂപ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, റെക്കഗ്നേഷൻ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് മുമ്പ് ചിലവാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു 60 ലക്ഷം രൂപ നമ്മൾ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് പ്രൊഡക്ഷൻ പ്രോസസ്സുമായിട്ട് ഡയറക്റ്റ്ലി ആട്രിബ്യൂട്ടബിൾ അല്ല, അല്ലെങ്കിൽ ഇത് നമ്മൾ പഠിച്ച പ്രിൻസിപ്പിൾ പ്രകാരം റിസർച്ച് ഫേസിലുള്ള എമൗണ്ട് ആണ് എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമത്തെ എമൗണ്ട്, അതായത് 15 ലക്ഷം രൂപ നമ്മൾ റെക്കഗ്നീഷൻ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്തതിന് ശേഷമാണ്, അതായത് മാർച്ച് 1-ൻ്റെയും മാർച്ച് 31-ൻ്റെയും ഇടയിലാണ് ചിലവാക്കുന്നത്. റെക്കഗ്നീഷൻ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നത് മാർച്ച് 1-നാണ്. സോ അതുകൊണ്ട് ആ 15 ലക്ഷം രൂപ നമുക്ക് ഇൻടാഞ്ചിബിൾ അസറ്റായിട്ട് കണക്കാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം ഈ ഒരു 15 ലക്ഷം രൂപ നമ്മൾ ചിലവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതുവഴി ഓർഗനൈസേഷന് എന്ത് കിട്ടുന്നുണ്ട്, എക്കോണമിക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് സാരം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക, സൊല്യൂഷൻസ് ഓർമ്മിച്ച് വെക്കുക. നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്ത തിയററ്റിക്കൽ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രാക്ടിക്കൽ പ്രോബ്ലം ആണിത്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യം തന്നെയാണ്, വേറെ സംശയങ്ങൾക്കൊന്നും ഇടയില്ല. സെക്കൻഡ്, ഇല്ലുസ്ട്രേഷൻ 2. ഈ ഒരു ഇല്ലുസ്ട്രേഷൻ 2 നമ്മൾ എന്താണ്, തിയററ്റിക്കലി പഠിച്ച ഒരു കാര്യം പ്രാക്ടിക്കലി എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഇല്ലുസ്ട്രേഷൻ ഒന്ന് പരിശോധിക്കാം. On 1st April 2015, an entity acquired a patent-protected medicine formula for rupees 5 lakh. Management estimated the useful life of the intangible asset to be 20 years and residual value at nil. Furthermore, management believed that the straight-line method reflects the pattern in which expected to consume the intangible asset's future economic benefit. On 31st March 2020, a new information arose and that caused management to consider its initial assessment of amortization period. Government extend the term of all local medicine patent and management estimated useful life of the patent to be 21 years. Calculate and record amortization expense to be recognized in the year ended March 2018. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു കമ്പനിയുടെ കയ്യിൽ പേറ്റൻ്റ് ഉണ്ട്. ആ പേറ്റൻ്റ് പ്രൊട്ടക്റ്റഡ് മെഡിസിൻ ഫോർമുല അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് മെഡിസിൻ ഉണ്ടാക്കാനുള്ള ഒരു പേറ്റൻ്റ് കമ്പനിയുടെ കയ്യിലുണ്ട്. അതിൻ്റെ യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത്, ഈ ഒരു പേറ്റൻ്റിൻ്റെ യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത് 20 വർഷമാണ്. സോ 20 വർഷത്തേക്കാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പേറ്റൻ്റ് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോസ്റ്റാണ് അടുത്തത് തന്നിട്ടുള്ളത്. അവിടെ 20 വർഷത്തേക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ അമോർട്ടൈസേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. 5 ലക്ഷം രൂപയാണ് ഈ ഒരു ഫോർമുലേൻ്റെ എമൗണ്ട്, അല്ലെങ്കിൽ ഫോർമുലയുടെ കോസ്റ്റ്, അല്ലെങ്കിൽ പാറ്റൻ്റ് എന്ന് പറയുന്ന ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. 20 വർഷം യൂസ്ഫുൾ ലൈഫാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, അമോർട്ടൈസേഷൻ കാണാൻ സാധിക്കുന്നതാണ്. അമോർട്ടൈസേഷൻ കാണുന്നത് സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് പ്രകാരമാണ്. സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തില്ല, വേറെ കൺഫ്യൂഷന് സാധ്യതയില്ല. സോ പിന്നെ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ യൂസ്ഫുൾ ലൈഫ് റിവൈസ് ചെയ്യുന്നത് 21 വർഷത്തേക്കാണ് എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് അമോർട്ടൈസേഷൻ്റെ വാല്യൂ കാണണം. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജേണൽ എൻട്രി പാസ് ചെയ്യേണ്ടതുണ്ട്. സോ ആദ്യത്തെ കേസ് ആനുവൽ അമോർട്ടൈസേഷൻ ബേസ്ഡ് ഓൺ പ്രീവിയസ് എസ്റ്റിമേറ്റ്. ആദ്യത്തെ കേസ് നമ്മൾ എന്ത് ചെയ്യണം, പ്രീവിയസ് എസ്റ്റിമേറ്റ് പ്രകാരം ആനുവൽ അമോർട്ടൈസേഷൻ കാണണം. സോ 5 ലക്ഷം രൂപയാണ് അസറ്റിൻ്റെ ടോട്ടൽ വാല്യൂ, 20 ലക്ഷം രൂപയാണ് ലൈഫ് എന്നുള്ളത് പറയുന്നുണ്ട്. 5 ലക്ഷം രൂപയാണ് ടോട്ടൽ വാല്യൂ, 20 ലക്ഷം രൂപയാണ്.
സോ അമോർട്ടൈസേഷൻ കാണുന്ന സ്ട്രേറ്റ് ലൈൻ മെത്തേഡാണ് 5 ലക്ഷം ഡിവൈഡഡ് ബൈ 20. 25,000 രൂപ നമുക്ക് എന്ത് കിട്ടുന്ന അമോർട്ടൈസേഷൻ ആയിട്ട്, അതായത് ആദ്യത്തെ ആനുവൽ അമോർട്ടൈസേഷൻ പ്രീവിയസ് എസ്റ്റിമേറ്റ്സ് പ്രകാരമുള്ള ആനുവൽ അമോർട്ടൈസേഷൻ 25,000 രൂപയാണ്. സോ ഈ 25,000 രൂപ കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 5 ലക്ഷം രൂപ അസറ്റിൻ്റെ വാല്യൂ ആണെന്നുള്ള കാര്യം ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിലും പറഞ്ഞിട്ടുണ്ട്. കൂടാതെ 20 വർഷമാണ് അതിൻ്റെ യൂസ്ഫുൾ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത് പ്രകാരം നമുക്ക് എന്ത് ചെയ്യുന്നു, പ്രീവിയസ് എസ്റ്റിമേറ്റ് പ്രകാരമുള്ള അമോർട്ടൈസേഷൻ 25,000 എന്ന് കിട്ടുന്നു. പിന്നെ അടുത്തത് നമുക്ക് എന്ത് ചെയ്യണം, 1 ഏപ്രിൽ 2019 പ്രകാരമുള്ള കേരിയിങ് എമൗണ്ട് കാണേണ്ടതുണ്ട്. സോ ഈ ഒരു കേരിയിങ് എമൗണ്ട് കാണുക എങ്ങനെയാണെന്ന് വെച്ചാൽ 5 ലക്ഷം രൂപ അസറ്റിൻ്റെ ടോട്ടൽ വാല്യൂ 5 ലക്ഷം രൂപയാണ്. ഈ 5 ലക്ഷം രൂപയിൽ നിന്ന് നമ്മൾ ആനുവൽ അമോർട്ടൈസേഷൻ്റെ വാല്യൂ എന്ത് ചെയ്യുക, 4 വർഷത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ 2020 2015 to 2020 ആണ് നമ്മൾ കാണുന്നത്. സോ 2015 ഏപ്രിൽ 1 തൊട്ട് 2019 വരെയുള്ള കേരിയിങ് എമൗണ്ട് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ 2015, 16, 17, 18 ലാസ്റ്റ് വരെ, അല്ലെങ്കിൽ 19 ഫസ്റ്റ് വരെ, 16, 17, 18, 19 4 വർഷത്തേക്ക്. 15 മുതൽ 19 വരെയുള്ള വർഷങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കേരിയിങ് എമൗണ്ട് കാണേണ്ടത് 4 വർഷം. അപ്പോൾ ആനുവൽ അമോർട്ടൈസേഷൻ എത്രയാണ്, 25,000 ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ഈ ഒരു 5 ലക്ഷത്തിൽ നിന്ന് 4 വർഷത്തേക്കുള്ള 25,000 രൂപ, അതായത് 5 ലക്ഷത്തിൽ നിന്ന് 1 ലക്ഷം രൂപ കുറച്ച് കഴിഞ്ഞാൽ 2019 വരെയുള്ള കേരിയിങ് എമൗണ്ട് നമുക്ക് കിട്ടും 4 ലക്ഷം രൂപ. സോ 2019 നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് പിന്നെ ഒന്നുകൂടി റീ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ യൂസ്ഫുൾ ലൈഫ് 21 വർഷമാണ് നമുക്ക് ആ റീ എസ്റ്റിമേഷനിൽ കിട്ടുന്നുണ്ട്. അപ്പം 4 ലക്ഷം കുറയ്ക്കണം, അസറ്റിനെ റീവാല്യൂ ചെയ്തപ്പോൾ 4 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. 4 ലക്ഷം ഡിവൈഡഡ് 21, അതായത് 21 വർഷം യൂസ്ഫുൾ ലൈഫ് തന്നിട്ടുണ്ട്. 19,048 ആണ് ഇപ്പോൾ റീസെൻ്റ് എസ്റ്റിമേറ്റ്സ് പ്രകാരമുള്ള അമോർട്ടൈസേഷൻ കിട്ടുന്നത്. സോ ചോദ്യത്തിന് 3 പാർട്ടാണുള്ളത്. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രീവിയസ് എസ്റ്റിമേറ്റ്സ് പ്രകാരം അതിൽ അമോർട്ടൈസേഷൻ കാണുന്നത്, അതായത് 5 ലക്ഷം ഡിവൈഡഡ് ബൈ 20, 5 ലക്ഷം രൂപ അസറ്റിൻ്റെ വാല്യൂ, നമ്മുടെ പേറ്റൻറ്റിൻ്റെ വാല്യൂ ആണ് 20 എന്ന് പറയുന്നത് അതിൻ്റെ ആദ്യത്തെ പ്രീവിയസ് എസ്റ്റിമേറ്റ് പ്രകാരമുള്ള യൂസ്ഫുൾ ലൈഫാണ്. സോ 5 ലക്ഷം ഡിവൈഡ് ബൈ 20, 25,000 രൂപ കിട്ടുന്നു. പിന്നീട് നമ്മൾ കേരിയിങ് എമൗണ്ട് 2019 ഏപ്രിൽ 1 ഉള്ള കേരിയിങ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ ഈ ഒരു കേരിയിങ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ അസറ്റിനെ ആദ്യം എസ്റ്റിമേറ്റ് ചെയ്യുന്നത് 2015 സോ 2015 മുതൽ 2019 വരെയുള്ള 4 വർഷത്തെ അമോർട്ടൈസേഷൻ കുറയ്ക്കേണ്ടതുണ്ട് അസറ്റിൻ്റെ വാല്യൂന്ന്. അപ്പോൾ 2016, 2017, 2018, 2019 4 വർഷത്തേക്കുള്ള അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത് 4 × 25,000 1 ലക്ഷം രൂപയാണ്. സോ ഈ ഒരു 5 ലക്ഷത്തിൽ നിന്ന് 1 ലക്ഷം രൂപ കുറച്ച് കഴിഞ്ഞാൽ 4 ലക്ഷം രൂപ എന്ത് കിട്ടും, ഇതിൻ്റെ കേരിയിങ് എമൗണ്ട് 2019 കേരിയിങ് എമൗണ്ട് നമുക്ക് കിട്ടും. സോ റീസെൻറ്റ് എസ്റ്റിമേറ്റ് പ്രകാരമുള്ള ആനുവൽ അമോർട്ടൈസേഷൻ നമുക്ക് കാണേണ്ടതുണ്ട്. സോ ഈ ഒരു ആനുവൽ അമോർട്ടൈസേഷൻ കിട്ടുക അസറ്റിൻ്റെ 2019 അസറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4 ലക്ഷം രൂപയാണ്. കൂടാതെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, യൂസ്ഫുൾ ലൈഫ് ഓഫ് പേറ്റൻറ്റ് എന്ന് പറയുന്നത് 21 നമ്മൾ റീ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ റീ എസ്റ്റിമേറ്റ് ചെയ്തത് പ്രകാരം നമുക്ക് കിട്ടുന്ന ആനുവൽ അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത് 4 ലക്ഷം ഡിവൈഡ് ബൈ 21 19,048 രൂപയാണ് ആനുവൽ അമോർട്ടൈസേഷൻ കിട്ടുന്നത്. സോ ഈ ഒരു എമൗണ്ട് വന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം ഓർമ്മിക്കുക. 4 ലക്ഷം ഡിവൈഡ് ബൈ 21 19,048 രൂപ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജേർണൽ എൻട്രി ആണ്. വളരെ സിമ്പിളാണ്. ജേർണൽ എൻട്രി എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ 19,048 ടു അക്യുമുലേറ്റഡ് അമോർട്ടൈസേഷൻ 19,048. അപ്പോൾ നമുക്ക് റീസെൻ്റ് എസ്റ്റിമേറ്റ് പ്രകാരം കിട്ടിയ അമോർട്ടൈസേഷൻ ആണ് എന്ത് ചെയ്യേണ്ടത്, ജേർണൽ എൻട്രി വഴി പാസ് ചെയ്യേണ്ടത്. അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു അക്യുമുലേറ്റഡ് അമോർട്ടൈസേഷൻ 19,048 ആണ്. അപ്പോൾ ആദ്യത്തെ കേസിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യാനുള്ള കാരണം നമ്മൾ അമോർട്ടൈസേഷൻ ചാർജ് ചെയ്യുന്നത് അല്ലെങ്കിൽ അമോർട്ടൈസേഷൻ എക്സ്പെൻസ് കാണിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നത്. സോ അതിൻ്റെ ജേർണൽ എൻട്രി ഓർമ്മിക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു അമോർട്ടൈസേഷൻ 19,048.
സോ ഈ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ഇൻഡേഴ്സ് 38 എന്ന സ്റ്റാൻഡേർഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള അടുത്ത ഇല്ലുസ്ട്രേഷൻ, അതായത് അവസാനത്തെ ഇല്ലുസ്ട്രേഷനിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. ഇതുവരെ ഡിസ്കസ് ചെയ്ത ഇല്ലുസ്ട്രേഷൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇല്ലുസ്ട്രേഷൻ 3. An intangible asset is measured by an entity at fair value. The asset was revalued upward by rupees 25,000 in 2090 and there is a revaluation surplus of 25,000 in the statement of financial position. At the end of 2020, the asset is valued again and downward valuation of rupees 35,000 is required. How is downward revaluation accounted for എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻടാഞ്ചിബിൾ അസറ്റ് ഫെയർ വാല്യൂവിലാണ് മെഷർ ചെയ്യുന്നത്. ആദ്യത്തെ കേസിൽ അസറ്റിൽ 25,000 രൂപ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അപ്വാർഡ് റീവാലുവേഷൻ നടത്തുന്നുണ്ട്. സോ ഇങ്ങനെ അപ്വാർഡ് റീവാലുവേഷൻ നടത്തിയപ്പോൾ 25,000 രൂപ റീവാലുവേഷൻ സർപ്ലസും കിട്ടുന്നുണ്ട്. അപ്പോൾ 2020 അതൊന്നുകൂടി റീവാല്യൂ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ റീവാല്യൂ ചെയ്യുമ്പോൾ ഡൗൺവാർഡ് റീവാലുവേഷൻ 35,000 രൂപയാണ് എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത്. സോ ഇങ്ങനെ കിട്ടുന്ന 35,000 രൂപ, അതായത് ഡൗൺവാർഡ് റീവാലുവേഷൻ നിങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ അക്കൗണ്ട് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. സോ സൊല്യൂഷൻ വളരെ സിമ്പിളാണ്. ആദ്യത്തെ കേസ് നമുക്ക് കിട്ടുന്ന എമൗണ്ട് 25,000 ആണ്. അതായത് 25,000 എന്ന് പറയുന്നത് അപ്വാർഡ് റീവാലുവേഷൻ ആണ്, അല്ലെങ്കിൽ റീവാലുവേഷൻ സർപ്ലസ് ആണ്. പിന്നീട് 2020 റീവാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 35,000 ആണ്. സോ ഇത് രണ്ടും തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. സൊല്യൂഷനൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ, ഹിയർ ദ ഡൗൺവാർഡ് റീവാലുവേഷൻ ഓഫ് rupees 35,000 can be first set off against the revaluation surplus of rupees 25,000. The revaluation surplus will be recorded to zero and a charge of rupees 10,000 made as an expense in 2020 എന്നുള്ളതാണ്. അപ്പോൾ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. 35,000 രൂപയുടെ അപ്വേർഡ് റീവാലുവേഷൻ ഉണ്ട്, 25,000 രൂപ റീവാലുവേഷൻ സർപ്ലസ് ഉണ്ട്. അത് രണ്ടും തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10,000 രൂപ എന്ത് കിട്ടുന്നുണ്ട്, 10,000 രൂപ നമുക്ക് കിട്ടും. അതായത് 35,000 25,000 തമ്മിലുള്ള സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഉള്ള ഡിഫറൻസ് ഒഴിവായി കഴിഞ്ഞാൽ ബാക്കിയുള്ള 10,000 രൂപ നമ്മൾ എന്ത് ചെയ്യണം, 2020 എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ അക്കൗണ്ട് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. സോ ഒന്നുകൂടി പറഞ്ഞു തന്നു കഴിഞ്ഞാൽ, 35,000 രൂപ നമ്മൾ 2020 റീവാല്യൂ ചെയ്യുമ്പോൾ അപ്വാർഡ് ആണെന്നുള്ള ഒരു എമൗണ്ട് കിട്ടുന്നുണ്ട്. 25,000 രൂപ അവിടെ ഒരു റീവാലുവേഷൻ സർപ്ലസ് ഉണ്ട്. സോ ഇത് രണ്ടും തമ്മിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന ഒരു എമൗണ്ട് അല്ലെങ്കിൽ അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 10,000 രൂപയാണ്. ആ 10,000 രൂപ നമ്മൾ 2020 എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ സൊല്യൂഷനായിട്ട് പറയുന്നത്. സോ ഈ ഒരു പ്രാക്ടിക്കൽ ഇല്ലുസ്ട്രേഷൻ, ഈ ഒരു 3 ഇല്ലുസ്ട്രേഷനോട് കൂടി നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, ഈ ഒരു സെക്കൻഡ് മൊഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. നമുക്കിതിന് ചെറിയൊരു റിവിഷൻ നടത്തിയാൽ നമ്മൾ ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ മൊഡ്യൂളിൽ 6 സ്റ്റാൻഡേർഡുകളാണ് പഠിച്ചിട്ടുള്ളത്. 6 ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളാണ് പഠിച്ചിട്ടുള്ളത്. നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക. ആദ്യത്തേതെന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഫോർ ഇൻവെൻ്ററീസ് ആണ്, ഇൻഡേഴ്സ് 2. അപ്പോൾ നമ്മളിത് ഈ ഒരു 6 സ്റ്റാൻഡേർഡും ഡിസ്കസ് ചെയ്തതിന് ഒരു രീതി ഉണ്ടായിരുന്നു. അതായത് ആദ്യം സ്റ്റാൻഡേർഡിൻ്റെ മീനിങ് പഠിച്ചു, പിന്നെ എന്തുകൊണ്ടാണ് ഈ സ്റ്റാൻഡേർഡ്, ഒബ്ജക്റ്റീവ് പഠിച്ചു, ഡെഫിനിഷൻ പഠിച്ചു, കൂടാതെ ഇതിൻ്റെ റെക്കഗ്നീഷൻ, മെഷർമെൻറ്റ്, പ്രാക്ടിക്കൽ പ്രോബ്ലം. ഈ ഒരു ലെവലിലാണ് നമ്മൾ 6 സ്റ്റാൻഡേർഡുകളും പഠിച്ചത്. സോ ഈ ഒരു രീതിയിൽ തന്നെ എല്ലാ സ്റ്റാൻഡേർഡുകളും ഒന്ന് റിവൈൻഡ് ചെയ്ത് എടുത്ത് നോക്കുക. അപ്പോൾ ആദ്യത്തെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഇൻഡേഴ്സ് 2 അക്കൗണ്ടിങ് ഫോർ ഇൻവെൻ്ററീസ് ആണ്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു സ്റ്റാൻഡേർഡിൻ്റെ മെഷർമെൻറ്റ്, റെക്കഗ്നീഷനുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓർമ്മിക്കുക. രണ്ടാമത് പഠിക്കുന്നത് ഇൻകം ടാക്സ്, ഇൻഡേഴ്സ് 12 ഇൻകം ടാക്സ് ആണ്. മൂന്നാമത്തെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്, ഇൻഡേഴ്സ് 16 ആണ്. നാലാമത് ബോറോയിങ് കോസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഞ്ചാമതായിട്ട് പഠിച്ചത് പ്രൊവിഷൻ, കണ്ടിജൻറ്റ് ലയബിലിറ്റീസ് ആൻഡ് കണ്ടിജൻറ്റ് അസറ്റ്, ഇൻഡേഴ്സ് 37. സോ അവസാനമായിട്ട് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൻഡേഴ്സ് 38 ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. സോ 6 സ്റ്റാൻഡേർഡുകളും കൃത്യമായിട്ട് മനസ്സിലേക്ക് ഓർമ്മിക്കുക. പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മൊഡ്യൂളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉള്ളവർ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. താങ്ക് യു.